ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുക എന്ന് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടുന്ന് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിധിക്കരുത്, എങ്കിലും നിങ്ങളും വിധിക്കപ്പെടുകയില്ല. ഈ സുവിശേഷ ഭാഗം വളരെ വ്യത്യസ്തമായ ഒരു സുവിശേഷ ഭാഗമാണ്. അതുവരെയും യഹൂദർ കേട്ടിട്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പഠനമാണ് യേശുനാഥൻ നടത്തിയത്. പലപ്പോഴും പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് പഴയ നിയമത്തിലും പഴയ നിയമം പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാരും റബ്ബിമാരും ഒക്കെ ഇസ്രായേൽ ജനത്തെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. എന്തിനാണ് അവരങ്ങനെ പഠിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധനായിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കടമയാണ്. അപ്പോൾ ഈ പരിശുദ്ധി എന്ന പദം വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മാറ്റി നിർത്തുക, വേർതിരിച്ച് നിർത്തുക എന്നുള്ള ഒരു പദമാണ്. അപ്പോൾ ഈ മാറ്റി നിർത്തുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള അശുദ്ധരായ മനുഷ്യരിൽ നിന്നാണ്. അത് പ്രത്യേകിച്ച് വചനത്തിൽ അവർ ഓർമ്മിപ്പിക്കുന്നത് യഹൂദർ മറ്റ് മനുഷ്യർ, അതായത് മറ്റ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ചിരുന്ന ഇതര വിശ്വാസികൾ, യഹൂദരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിജാതിയർ. അപ്പോൾ വിജാതിരിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റി നിർത്തണം. അപ്പോൾ വിജാതിരെ ശത്രുക്കളൊക്കെ ആയിട്ടാണ് ഇവർ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ അവരിൽ നിന്ന് വേർതിരിച്ച് നിങ്ങൾ നിൽക്കണം, അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധരായിരിക്കണം, ദൈവം പരിശുദ്ധരായിരിക്കുന്നത് പോലെ എന്ന് പഠിപ്പിച്ചിരുന്ന സമയത്താണ് ഈശോ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരാണ്. അപ്പം ഇതിന് വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് വേർതിരിവിൻ്റെ സുവിശേഷമാണ്, ആളുകളെ മാറ്റി നിർത്തുക, നിങ്ങൾ വേർതിരിഞ്ഞ് നിൽക്കുക. പക്ഷെ ഇവിടെ കരുണയുള്ളവനായിരിക്കാൻ ആവശ്യപ്പെടുന്നത് ആരെയും വേർതിരിക്കാതെ ചേർത്ത് നിർത്താനാണ്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് വളരെ അർത്ഥമുണ്ട്. ഈ കരുണ എന്നതിന് വേണ്ടി ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒരു മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ അടിവയറ്റിൽ ഉണ്ടാകുന്ന വേദന എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അതായത് മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു വെപ്രാളവും വേദനയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പം അതുപോലെ ഒരു വേദന, അതുപോലെ ഒരു സ്നേഹം, കരുണ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ സ്വന്തമായി ആളുകളെ കരുതി അവരോട് ഞാൻ കരുണ കാണിക്കണം. ഇത് വചനം ആവശ്യപ്പെടുന്നത് കൊണ്ടല്ല, സ്വാഭാവികമായി എന്നിൽ നിന്ന് വരേണ്ടതാണ്. എൻ്റെ സഹോദരന്, എൻ്റെ മക്കൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് വേദന ഉണ്ടാകുന്നത് പോലെ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരോട് സ്വാഭാവികമായും എനിക്കൊരു സ്നേഹവും കരുണയൊക്കെ ഉണ്ടാകണമെന്ന് ഇത് പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് വേർതിരിച്ച് നിർത്താനാണ്, ഒന്ന് ചേർത്ത് നിർത്താനാണ്. അപ്പോൾ ഇന്ന് ഈ തപസ്സുകാലത്ത് യേശുനാഥൻ നമ്മളോട് പറയുന്നത് കരുണ കാണിക്കാനാണ്, ചേർത്ത് നിർത്തുന്ന മനുഷ്യരാകാൻ വേണ്ടിയാണ്. ചുറ്റുമുള്ള മനുഷ്യരോട് സഹോദരങ്ങളെന്ന പോലെ, പിതാവായ ദൈവം സ്നേഹിക്കുന്നത് പോലെ, കരുണ കാണിക്കുന്നത് പോലെ ചേർത്ത് നിർത്തി കരുണ കാണിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ തപസ്സുകാലത്ത് ഈ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തി അവരോട് കരുണ കാണിക്കുന്ന, അർഹിക്കാത്തതാണ് കരുണ, നമ്മൾ കരുണ വഴി കൊടുക്കുന്നത്. അപ്പം കരുണ അർഹിക്കാത്തവർക്ക് പോലും കരുണയും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന ദൈവത്തെ പോലെയുള്ള മക്കളായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.